ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഹാസ് എ സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഓപ്ഷൻ എ ഫ്ലെക്സിബിൾ ബജറ്റ്, ഓപ്ഷൻ ബി മാസ്റ്റർ ബജറ്റ്, ഓപ്ഷൻ സി ക്യാഷ് ബജറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫിക്സഡ് കോസ്റ്റിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും സെപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസസ് കൺസിഡർ ചെയ്ത് ഏത് ബജറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഫ്ലെക്സിബിൾ ബജറ്റാണ്. അപ്പോൾ എന്താണ് ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് നോക്കാം. ഫ്ലെക്സിബിൾ ബജറ്റ് ഈസ് എ ഡൈനാമിക് ബജറ്റ്. ഡൈനാമിക് ബജറ്റ് എന്ന് പറഞ്ഞാൽ എവർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ബജറ്റാണ്. ദ ഫ്ലെക്സിബിൾ ബജറ്റ് ഈസ് വൺ വിച്ച് ഈസ് ഡിസൈൻഡ് ടു ചേഞ്ച് ഇൻ റിലേഷൻ ടു ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി അറ്റൈൻഡ്. ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ചും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ബജറ്റിനെയാണ്, മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ബജറ്റിനെയാണ് ഫ്ലെക്സിബിൾ ബജറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുന്നു. നെക്സ്റ്റ് ആണ് മാസ്റ്റർ ബജറ്റ്. It is a comprehensive and a detailed set of budget covering all phases of a company's operations for a certain period of time. അതായത് ഒരു കമ്പനിയുടെ ഒരു പീരീഡ് ഓഫ് ടൈമിലോട്ടുള്ള എല്ലാ ഓപ്പറേഷനിലും കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റിനെയാണെന്ത് മാസ്റ്റർ ബജറ്റ് എന്ന് പറയുന്നത്. ഈ മാസ്റ്റർ ബജറ്റിനെ മറ്റു പേരുകളാണ് ഓപ്പറേറ്റിംഗ് ബജറ്റ് അല്ലെങ്കിൽ ഓവറോൾ ബജറ്റ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. PSC ചോദിച്ചിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. ഓപ്പറേറ്റിംഗ് ബജറ്റ്, ഓവറോൾ ബജറ്റ്, മാസ്റ്റർ ബജറ്റ് ഒക്കെ സെയിം ആണെന്ന് കൺസിഡർ ചെയ്യാം. ദെൻ ക്യാഷ് ബജറ്റ്. ക്യാഷ് ബജറ്റ് ഷോസ് ദ ബിസിനസ് എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓവർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലോട്ട് ആ പർട്ടിക്കുലർ ബിസിനസ്സിന് വരുന്ന ഇൻഫ്ലോസും ക്യാഷ് ഇൻഫ്ലോവും ക്യാഷ് ഔട്ട്ഫ്ലോയും സ്പെസിഫൈ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റിനെയാണെന്ത് ക്യാഷ് ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമലി ക്യാഷ് ബജറ്റാണ് ഏറ്റവും ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റാണ് ക്യാഷ് ബജറ്റ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് പ്രിപ്പയർ ബജറ്റ് ഏതാണ്? സെയിൽസ് ബജറ്റാണ് ഏറ്റവും ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ക്യാഷ് ബജറ്റിൽ തന്നെ മറ്റ് കുറച്ച് കാര്യങ്ങൾ മെത്തേഡ്സും ഒന്ന് നോക്കാം. ദ മെത്തേഡ്സ് ഓഫ് ക്യാഷ് ബജറ്റ്. ഈ ക്യാഷ് ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാമെന്നാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ്. നോക്കാം. ഫസ്റ്റ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡ്. 2 അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. 3 ബജറ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ്. 4 വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫറൻഷ്യൽ മെത്തേഡ്. ഈ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്താണ് ക്യാഷ് ബജറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. അവിടെ എന്താണ് ഫ്ലെക്സിബിളാണ്, ഡൈനാമിക്കാണ്, ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും ഒരു ഡിഫറൻസിയേഷൻ വരുന്നത് എവിടെയാണ്? ഫ്ലെക്സിബിൾ ബജറ്റിലാണ്. മാസ്റ്റർ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓവറോൾ ബജറ്റ് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവായി പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റാണ് മാസ്റ്റർ ബജറ്റ്. ക്യാഷ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈമിലോട്ട് ആ കമ്പനിയിൽ ഉണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും റെക്കോർഡ് ചെയ്യുന്ന ബജറ്റിനെയാണ് ക്യാഷ് ബജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേജ് വെൻ ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ഈസ് നോൺ ആസ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. നോക്കുക. ദ സ്റ്റേജ് വെൻ ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. അതായത് ജോയിൻറ്റ് പ്രൊഡക്റ്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്ന ആ സ്റ്റേജിന് പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബ്രേക്ക് ഈവൻ ചാർട്ട്, ഓപ്ഷൻ ബി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഓപ്ഷൻ സി സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ആണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അടങ്ങിയ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്താണെന്നും ജോയിൻറ്റ് പ്രൊഡക്റ്റ് എന്താണെന്നും ഒക്കെ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് റീഡ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഈസ് 40%, സെയിൽസ് വാല്യൂ ₹10,000, the variable cost will be. ഇവിടെ നോക്കാം.
ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? പ്രോഫിറ്റ് വോളിയം റേഷ്യോ PV റേഷ്യോ തന്നിട്ടുണ്ട് 40% എന്ന് തന്നിട്ടുണ്ട്. സെയിൽസ് വാല്യൂ 10,000 എന്നും തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഓപ്ഷൻസ് A ₹4,000, ഓപ്ഷൻ B ₹10,000, ഓപ്ഷൻ C ₹6,000, ഓപ്ഷൻ D നൺ ഓഫ് ദിസ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ₹6,000 ആണ്. എങ്ങനെയാണ് ഈ 6,000 കിട്ടുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നോക്കുക, തന്നിരിക്കുന്ന എന്തൊക്കെ ഇൻഫർമേഷനാണ്? PV റേഷ്യോ തന്നിട്ടുണ്ട് 40% എന്നും സെയിൽസ് 10,000 എന്നും ക്വസ്റ്റിന് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. PV റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ആണ്, C/S ആണ്. ഈ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ S എന്ന ഈ ഇക്വേഷനിലൂടെ നമുക്ക് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് മാറും? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു PV റേഷ്യോ ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ 100. നമ്മൾ തിരിച്ചിട്ടു എന്ന് മാത്രം. അപ്പോൾ എന്താണ് അതിൽ വാല്യൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് PV റേഷ്യോ 40 എന്നും സെയിൽസ് 10,000 എന്നും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു 40 ഇൻറ്റു 10,000 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 4,000 ആയിരിക്കും എന്ത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? വേരിയബിൾ കോസ്റ്റ് കാണാൻ സുഖമാണ്. കാരണം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ്? കോൺട്രിബ്യൂഷനാണ്. സോ ആ ഇക്വേഷൻ യൂസ് ചെയ്ത് വേരിയബിൾ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? സെയിൽസിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കുറഞ്ഞാൽ നമുക്ക് വേരിയബിൾ കോസ്റ്റും കിട്ടും. സോ സെയിൽസ് നമുക്കറിയാം 10,000, കോൺട്രിബ്യൂഷൻ 4,000 ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം 10,000 മൈനസ് 4,000 ഈസ് ഈക്വൽ ടു 6,000 ആണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ആണ്. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.